ടോണി അച്ചായൻ ചാരിറ്റി കള്ളൻ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയും തന്റെ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായി നടിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് നമ്മൾ ഈ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വാസ്തവം? ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഇത്രയും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഈ യൂട്യൂബിനകത്തൂടെ ഇവരെയൊക്കെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഒരു ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയും വിശക്കുന്ന വയറിന് അന്നം വാങ്ങിക്കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഈ നമ്മളിപ്പോ കേൾക്കുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ലൈഫ് മിഷന്റെ വഴിയായി വീടുകൾ വെച്ച് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 4 ലക്ഷം രൂപ കൊണ്ട് ഒരിക്കലും ഒരു വീടിന്റെ പണി മൊത്തത്തിൽ പൂർണ്ണമാകത്തില്ല. അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ വീടിന്റെ പകുതിയോളം അല്ലെ തട്ട് വരെ ആയിട്ട് ബാക്കി നിന്നിട്ട് പല ആൾക്കാരെ സമീപിച്ചു, പല ആൾക്കാരെയും വാതിലുകൾ മുട്ടി നോക്കി. അച്ചായൻ ചെന്നതിന് ശേഷമാണ് അവർക്ക് അതൊരു വീടായി കിട്ടിയത്. അപ്പൊ അതിന് നമുക്ക് പുള്ളിയെ കുറ്റം കണ്ടുകാരില്ല. യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ കിടന്ന് കുറ്റം പറയുന്നു. ഇവരാരെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടോ? അല്ലെ ഇങ്ങനെ ഈ കുറ്റം പറയുന്നവരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ അച്ചായൻ എന്ന് പറയുന്ന ആള് 1 രൂപയെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇന്ന ആളെ സഹായിക്കാനെന്ന് പറഞ്ഞ്? ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലോ. പുള്ളിയുടെ സ്വന്തം പൈസയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നമുക്കൊക്കെ എന്താണ് പ്രശ്നം? അല്ലെ ഈ പറയുന്ന ആൾക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. പുള്ളിയുടെ പ്രമോഷന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ സെലിബ്രിറ്റികളെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് വന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പുള്ളിയുടെ കട ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിച്ച ഒരു പാവപ്പെട്ടവന് ഒരു വീട് വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സഹായം ചെയ്തതിൽ എന്താണ് തെറ്റ്? ോട്ട് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അച്ചായൻ തന്റെ മിടുക്കൊണ്ട് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു 50 രൂപ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സഹായിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും പോകാറില്ല. എത്രയോ സെലിബ്രിറ്റികളുണ്ട്, എത്രയോ കാശുള്ള ഉന്നത തലത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും പോകാത്തടത്തേക്ക് ഈ അച്ചായൻ ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ? നമ്മൾ നല്ലതിനെ നല്ലതായിട്ട് പറയാൻ പഠിക്കണം. ഈ വീഡിയോയിൽ ഇങ്ങനെ ഇരുന്ന് കുത്തിത്തിരിപ്പുകൾ പറയുന്നത് കാരണം അച്ചായൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്ക്. എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. കേട്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, അർഹതപ്പെട്ടവരിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് അവിടെ തടസ്സപ്പെട്ടു പോകുന്നത്. പിന്നെ ടോണി അച്ചായൻ ഒരൊറ്റ കാര്യം പറയുകയാണ്, കുരയ്ക്കുന്ന പട്ടികൾ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നന്മയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.